എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. JLR സഫാരിയുടെ മറ്റൊരു ദിനത്തിലാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട് അവസാനം നമ്മളെത്തിയത് ബന്ദിപ്പൂർ കോട്ടേജിൻ്റെ സൈഡിലേക്കാണ്. പുള്ളിപ്പുലികൾ അധിവസിക്കുന്ന ബന്ദിപ്പൂർ കോട്ടേജ്. അരിണിയും ചിതലും എല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളായി പലപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ താഴെ സൈഡിലായിട്ട് പുള്ളിപ്പുലിയുടെ കാഴ്ചകൾ ഉൾപ്പെടെയുള്ള ആ ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ദിപ്പൂർ കോട്ടേജിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ്. നിലവിളിച്ചുകൊണ്ട് മാൻകൂട്ടങ്ങൾ. അലാം കോൾ അവസാനിക്കും മുമ്പ് പുള്ളിപ്പുള്ളിയുടെ കാഴ്ച, ഒപ്പം ബന്ദിപ്പൂരിലെ ഗംഭീര ഒറ്റയാൻ കാഴ്ചയും. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബന്ദിപ്പൂർ ആകെ മാറിയിരിക്കുകയാണ്. സഫാരിയുടെ മട്ടും ഭാവവും മാത്രമല്ല, സഫാരി ഓഫീസും പരിസരങ്ങളും എല്ലാം മാറിയിരിക്കുന്നു. സഫാരി വഴികൾക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. നല്ല മഴയത്താണ് സഫാരി തുടങ്ങിയത്. ബന്ദിപ്പൂർ കോട്ടേജുകളെ കടന്ന് വണ്ടി എത്തിയത് ഒറ്റയാൻ്റെ മുന്നിലേക്കാണ്. അവൻ്റെ കാഴ്ചകൾക്ക് തൊട്ടടുത്ത് മാനുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരത്തായി വലിയ അലാം കോളുകൾ മുഴങ്ങുന്നുമുണ്ട്. കയറ്റിയെടുത്തോ. ഇടതുവശത്ത് നിന്ന് കൊമ്പൻ മഴ നനഞ്ഞുള്ള നിൽപ്പാണ്. അവൻ കുറച്ച് മേടുകാരനാണ്. നല്ല പച്ചപ്പിൽ മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഒറ്റയാൻ്റെ കാഴ്ചയും ബന്ദിപ്പൂരിൻ്റെ മനോഹാരിതയും എല്ലാം വല്ലാത്ത മൂട് തരുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. മുന്നിൽ ഇടതുവശത്ത് നിന്നവൻ നമ്മുടെ വണ്ടിയുടെ വലതുവശത്തേക്കുള്ള വരമാണ്. വഴി കടന്ന് നമുക്ക് മുന്നിൽ കൂടെ ഗജരാജമുഖി, മൃഗരാജഗടി എന്ന പദങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അവൻ്റെ കടന്നുപോക്ക്. മറുവശം ചെന്നിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവൻ നമ്മളെ ഒരു നോട്ടം നോക്കി. ദഹിപ്പിച്ചു കളയുന്നൊരു നോട്ടം. ആ നോട്ടം മാത്രം മതി കാര്യങ്ങൾ വ്യക്തമാകുവാൻ. വന്യജീവികളുടെ മുന്നിൽ വായിച്ചു പഠിച്ചതും പറഞ്ഞു കേട്ടതുമായ അറിവ് വെച്ചുകൊണ്ട് നിൽക്കരുത് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണതയാണ് അവൻ്റെ നോട്ടം.
ഇതുപോലെ നിൽക്കുന്ന ഒരു വന്യജീവിയുടെ മുൻപിൽ അറിവുകളുമായി പോയാൽ പിറ്റേന്ന് രാവിലത്തെ പത്രത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വരും. ആ കാര്യത്തിൽ സംശയം ഏതുമില്ല. ഇവയുടെ ചലനങ്ങൾ പോലും നന്നായി ശ്രദ്ധിച്ച് ആ സമയത്തുള്ള ആ ജീവികളുടെ മനസ്സറിഞ്ഞ് വേണം നമ്മുടെ ഓരോ പ്രവൃത്തിയും. ശാന്തമായി നിൽക്കുന്ന ഒരു ജീവിക്കരികിൽ കൂടെ വണ്ടി പോയാലും ചിലപ്പോൾ അവ അനങ്ങുകയില്ല. എന്നാൽ മുന്നിലുള്ളവൻ്റെ മുന്നിൽ ആ പരിപാടികളൊന്നും നടക്കില്ല. ചവിട്ടിക്കൂട്ടി പൊളിച്ചെടുക്കുവാൻ. നല്ല അകലം പാലിച്ച് അവനെ പകർത്തുമ്പോൾ നിലത്തു നിന്നും വെള്ളം തുമ്പിക്കയിൽ കോരിയെടുത്ത് കുടിക്കുകയും ചെളി വാരി എറിയുകയും ചെവി വട്ടം പിടിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റുവട്ടത്തെ കാഴ്ചകളിൽ മാനുകൾ പുല്ല് തിന്നു നിൽക്കുന്നുണ്ട്. മുന്നോട്ട് പോയവൻ പുറം കാലുകൊണ്ട് തൊഴിക്കുന്നതും കണ്ടു. നമുക്കുള്ള മുന്നറിയിപ്പാണ്. പിന്നെ സൂക്ഷിച്ചു നോക്കിയൊരു നിൽപ്പും. അവൻ അവൻ്റെ അനിഷ്ടങ്ങളെല്ലാം നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു. ബന്ദിപ്പൂർ കോട്ടേജിന് ഇടതുവശത്തുകൂടി മംഗളയ്ക്ക് പോകുന്ന വഴിയിൽ നിൽക്കുന്ന മാനുകൾ ഇടയ്ക്ക് അലാങ്കോളുകൾ മുഴക്കുന്നുണ്ട്. ക്യാമറ അവിടേക്ക് തിരിക്കുമ്പോൾ മരത്തിൽ നിന്ന് 2 കാലുകളിൽ പൊങ്ങി ഇലകൾ കടിച്ചെടുക്കുന്ന ആൺമാനിനെ പകർത്തി നിൽക്കുമ്പോൾ മുന്നിലെ ചില മാനുകൾ പേടിയോടെ പുറകിലേക്ക് നോക്കുന്നത് കണ്ടു. വനപ്രദേശങ്ങളിലെ കാഴ്ചകളിൽ കടുവയും പുള്ളിപ്പുലിയും പോലുള്ള കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ആ കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും. മുന്നിലുള്ള ജീവികളുടെ ചലനവും അവയുടെ ആകാംക്ഷയും നമ്മളെ ആ കാഴ്ചയിലേക്ക് എത്തിക്കുമെന്നതാണ്.
ചില മാനുകൾ ശ്രദ്ധയോടെ നിൽക്കുന്നുണ്ട്, മറ്റുള്ളവ പുല്ല് തിന്നു നിൽക്കുന്നു. രണ്ട് കാലിൽ നിൽക്കുന്ന മാനിനെയും ചുറ്റുമുള്ള പ്രകൃതിയെയും എല്ലാം പകർത്തുമ്പോഴും നമ്മുടെ കണ്ണുകൾ അലർട്ടായി നിൽക്കുന്ന മാനുകളുടെ നേരെ തന്നെയായിരുന്നു. പെട്ടെന്ന് ആ വലിയ അലാം കോൾ മുഴങ്ങി. ചുറ്റിനുമുള്ള മാനുകളെല്ലാം അലർട്ടായി. പിന്നെ ഒരു കൂട്ട നിലവിളിയായിരുന്നു. നമുക്ക് മുമ്പിൽ കാഴ്ചകൾ ഉണ്ടാകുന്നു എന്ന് ഉറപ്പായി. എവിടെയോ ആ വലിയ കാഴ്ച മറഞ്ഞിരിക്കുന്നു. മാനുകളെല്ലാം ഒരു വശത്തേക്ക് കോൾ മുഴക്കിക്കൊണ്ട് ചെല്ലുന്നു. അവ ചെല്ലുന്ന അതേ ഭാഗത്ത് തന്നെയാകും മറഞ്ഞിരിക്കുന്ന ആ വലിയ ജീവിയുമുള്ളത്. ആ ജീവി നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെയാവും ഇത് കടന്നു ചെല്ലുകയും ചെയ്യുന്നത്. നിർത്താതെ മുഴങ്ങുന്ന നിലവിളികൾക്ക് നടുവിൽ കൂടെ പെട്ടെന്നാണ് ആ പുള്ളികളുള്ള ജീവി കടന്നു വന്നത്. മീശക്കാരി എന്ന് വനസഞ്ചാരിയിൽ പേരിട്ട് വിളിക്കുന്ന പുള്ളിപ്പുലിയുടെ പുത്രനാണ് നമുക്ക് മുന്നിൽ കൂടെ കടന്നു വന്നത്. പുല്ലുകൾക്കിടയിൽ കൂടെ നീണ്ട വാലുകളും നീളമുള്ള ശരീരവും കുലുക്കി അവൻ നമുക്ക് മുന്നിൽ കൂടെ കടന്ന് മംഗള റോഡിന്റെ ഇടതുവശത്തെ കാട്ടിലേക്ക് മറഞ്ഞു. മാനുകൾ പെട്ടെന്ന് തന്നെ ശാന്തമായി. ഇര പിടിക്കാനുള്ള ഇറക്കമല്ല അവൻ ഇറങ്ങിയിരിക്കുന്നത്. മാനുകൾ വീണ്ടും പുല്ല് തിന്നുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചില മാനുകൾ വരിവരിയായി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ബാക്കിയുള്ള മാനുകളെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ പരിസരത്ത് രാവും പകലുമെല്ലാം മാനുകളുടെ സാന്നിധ്യം അനവധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുള്ളിപ്പുലികളുടെ സാന്നിധ്യവും ഉള്ളത്. ഇവിടെ ഒരു അമ്മയും 3 മക്കളുമാണ് ഉള്ളത്. സാധാരണ ഈ പ്രദേശങ്ങളിലെല്ലാം ഇവയെ കാണാറുമുണ്ട്. അവയ്ക്ക് ആളുകളും വണ്ടിയും ഒന്നും ഒരു പ്രശ്നവുമല്ല. ഇവിടുത്തെ മരങ്ങളിലെല്ലാം ഇവയുടെ സാന്നിധ്യം കാണാറുമുണ്ട്. ബന്ദിപ്പൂർ വനപ്രദേശം ഇങ്ങനെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വണ്ടി ഓടിയെത്തേണ്ട ആവശ്യമില്ല. ബന്ദിപ്പൂരിൻ്റെ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും എപ്പോൾ വേണമെങ്കിലും ആ വലിയ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്താം. ഒറ്റയാനും പുള്ളിപ്പുലികളും നൽകിയ ആ നിമിഷങ്ങളിൽ നിന്നും മടങ്ങുകയാണ്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീണ്ടും വനവന്യ ജീവി കാഴ്ചകളുമായി എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTA.